ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുമുട്ടുന്ന അവസാനത്തെ ആൾക്കും ഒരു സഹായവും നിങ്ങളിൽ നിന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നത് വരെ അവരെ സഹായിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. തിരുസഭയിലെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് പോൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ പാഠങ്ങളാണിത്. നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ക്രൈസ്തവ കത്തോലിക്ക പരസ്നേഹ പ്രവർത്തികളുടെയും ആത്മീയ ജീവിതയാത്രയുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. അന്ത്യദിനത്തിലെ വിചാരണയിലും വിധിയിലും നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹായം ആവശ്യമുള്ള പാവപ്പെട്ട മനുഷ്യരെ യജമാനനെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും ഒരേപോലെ സ്നേഹിതനായിരുന്നു അദ്ദേഹം. അതെന്തുകൊണ്ടാണ് പണക്കാരുടെ സ്നേഹിതനായി തീർന്നത്? സ്വത്തും സമ്പത്തും പണവും ഉള്ളവരിൽ നിന്നും ചോദിച്ചു വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. കാരണം വിശ്വസിക്കാവുന്ന ഒരാൾ ചോദിച്ചാൽ ആരും കൊടുക്കും. അതും ഒരു സുവിശേഷ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നു, സുവിശേഷം പകർന്നു കൊടുക്കേണ്ടത് വിജ്ഞാനത്തിലൂടെ എന്നതിനേക്കാൾ നിങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ ആകണം. പാവപ്പെട്ട ജനം നമ്മെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിങ്ങളെപ്പോഴും ദർശിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നിങ്ങളുടെ ജീവിത ദൗത്യം. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ സുഹൃതപൂർണമായ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മാതൃക സ്വീകരിച്ച് 1833 പാരീസിൽ ഫ്രെഡറിക് ഓസാനം, എമ്മാനുവേൽ ബെയ്ലി എന്നിവർ ചേർന്ന് ആരംഭിച്ച വിൻസെൻ്റ് പോൾ സൊസൈറ്റി അതിൽ 153 രാജ്യങ്ങളിലായി 8 ലക്ഷത്തിലധികം അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ ഈ സൊസൈറ്റിയിലെ അംഗങ്ങളെ വിശുദ്ധരാക്കി തീർക്കുക എന്നതാണ് ഈ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ലക്ഷ്യം. അതിന് മുദ്രാവാക്യം പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ പോട്ട, മുരിങ്ങൂർ എന്നീ ലോകപ്രസിദ്ധ ധ്യാനകേന്ദ്രങ്ങളിലൂടെ കഴിഞ്ഞ 4-5 ദശകങ്ങളിലായി കരിസ്മാറ്റിക് ആത്മീയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിൻസെൻഷ്യൻ സന്യാസ വൈദിക സഭാ സമൂഹത്തിൻ്റെ സ്ഥാപക ചൈതന്യവും വിശുദ്ധ വിൻസെൻ്റ് പോളിൽ നിന്നാണ്. വിശുദ്ധ വിൻസെൻ്റ് പോൾ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നമുക്കെങ്ങനെയാണ് കഴിയുക? ഈ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എങ്ങനെയാണ് നാം ശക്തരായിത്തീരുക? തീർച്ചയായും ഇത് മനുഷ്യൻ്റെ ശക്തി കൊണ്ട് സാധിക്കുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമ്മെ ശക്തിപ്പെടുത്തുന്ന, നയിക്കുന്ന ദൈവവുമായി സദാ സമ്പർക്കത്തിലായിരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അദ്ദേഹം പറയുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ്, ദൈവപരിപാലനയിൽ കൂടുതലായി ആശ്രയിക്കുവാൻ വേണ്ടിയാണ്, പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനാണ്, ദൈവകൃപയിൽ ആശ്രയം വയ്ക്കുന്നതിനാണ്, ദൈവപ്രമാണങ്ങൾ നിരന്തരം ഓർമ്മിക്കുവാൻ വേണ്ടിയാണ്, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ്, ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സിനെ കൂടുതലായി ഒരുക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തനം 119:71 ഇത് കൃത്യമായി ഏറ്റുപറയുന്നുണ്ട്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഇക്കാര്യം വിശുദ്ധ പൗലോസ്ലീഹ റോമ 5:3-4 വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. വിൻസെൻ്റിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടപ്പാടുകളുമാണ് ദൈവത്തിലേക്ക് കൂടുതലായി ചേർത്ത് വെച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഇടവകയിലെ ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാതെ പ്രവർത്തിച്ച ഒരു സാധാരണ വൈദികനായി ജീവിച്ച വിൻസെൻ്റ് പോളിനെ സഹനങ്ങളിലൂടെ ദൈവം തന്നോട് ചേർത്ത് നിർത്തുകയായിരുന്നു. ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശം എങ്ങനെയാണ്? സുന്ദര രൂപമായി തീരേണ്ട കരിങ്കല്ലിന് തുല്യരാണ് നാം ഓരോരുത്തരും. അതിനെ ആഞ്ഞടിച്ചുകൊണ്ട് നിൽക്കുന്ന ശില്പിയെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും
അയാളത് തല്ലി തകർക്കുകയാണെന്ന്. ആദ്യം അതിൻ്റെ മുഴകളെല്ലാം തട്ടി നീക്കുകയാണ്. അതിനുശേഷമേ അദ്ദേഹം ചെറിയ ചുറ്റിക ഉപയോഗിക്കുകയുള്ളൂ. പിന്നെയാണ് അതിന് രൂപവും ചൈതന്യവും പകരുവാൻ വേണ്ടി ചെറിയ ഉളികൾ കയ്യിലെടുക്കുക. അങ്ങനെ തൻ്റെ മാനസിക ചിത്രത്തെ സുന്ദര കലാശില്പ രൂപമായി അദ്ദേഹം നിരന്തരം രൂപാന്തരപ്പെടുത്തുന്നു. രണ്ടാമത്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ സഹോദരങ്ങളുടെ നേരെ കണ്ണടയ്ക്കുവാൻ കഴിയില്ല എന്നതാണ്. ഏറ്റവും വലിയ സുവിശേഷ പുണ്യം പരസ്നേഹ പ്രവൃത്തിയാണ് എന്ന് അയാൾ കണ്ടുപിടിക്കും. ദൈവരാജ്യ പ്രവേശനത്തിന് യേശു നൽകുന്ന യോഗ്യത നേടുവാൻ അയാൾ നിരന്തരം പരിശ്രമിക്കും. എന്തെങ്കിലും തിന്മകൾ ചെയ്യാതിരിക്കുന്നതല്ല, നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അതാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ചെയ്തത്. നമുക്ക് മാതൃകയായി പറഞ്ഞു തരുന്നത്, വിശക്കുന്നവന് ആഹാരം കൊടുത്തു, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തു, പരദേശിയെ സ്വീകരിച്ചു, നഗ്നനെ ഉടുപ്പിച്ചു, രോഗികളെയും കാരാഗൃഹവാസികളെയും സന്ദർശിക്കുന്നു. ഇങ്ങനെ രോഗവും യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധികളും ദാരിദ്ര്യവും ശക്തമായി ആഞ്ഞടിച്ച ഫ്രാൻസിലെ 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായമായി, സംരക്ഷണമായി, ആശ്വാസമായി വിൻസെൻ്റ് തൻ്റെ ജീവിതം മാറ്റിവെച്ചു. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ അവർക്ക് നൽകുന്ന ഔദാര്യം പോലെ ആകരുത് എന്ന് വിശുദ്ധ വിൻസെൻ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പാവപ്പെട്ടവരാണ് നമ്മുടെ രാജാക്കന്മാരും യജമാനന്മാരും, അവരെയാണ് നാം അനുസരിക്കേണ്ടത്. നമ്മുടെ കർത്താവ് പാവങ്ങളിലുള്ളതിനാൽ അവരെ യജമാനന്മാരെന്ന് വിളിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ദൈവത്തോട് കൂടുതലായി ചേർന്നിരുന്ന് ദൈവം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമുള്ളതുമാണ് നമ്മൾ ചെയ്യേണ്ടത്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ വീരോചിതമായ പുണ്യചരിത ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതും നമ്മൾ തേടിച്ചെല്ലുന്നതുമായ സഹനജീവിതം നമുക്ക് വേണ്ടി പീഡനമേറ്റ് മരിച്ച ക്രിസ്തുവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അതുവഴി വേദനിക്കുന്ന, സഹിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട സഹോദരങ്ങളുടെ സേവനത്തിന് നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു. 1660 സെപ്റ്റംബർ 27 ഈ ലോക ജീവിതം അവസാനിച്ചെങ്കിലും നൂറ്റാണ്ടുകളായി നമ്മുടെ സഭയുടെ ജീവകാരുണ്യ പരസ്നേഹ പ്രവൃത്തികളുടെ മാതൃകയും പ്രചോദനവുമായി അദ്ദേഹം നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തുവാനും അവയെ സ്വീകരിക്കുവാനും അവയെ മാതൃകയായി നമ്മുടെ പ്രകാശ ഗോപുരമായി അംഗീകരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആമേൻ.